പോണ പൊക്കിൽ ഓടി വന്നതാണ് അറിയിച്ചു തരാൻ വേണ്ടി ഓടി വന്നതാണ് മക്കളെ. പുതിയ സ്കൂളിലൊക്കെ ജോയിൻ ചെയ്ത് പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. പുതിയ ഫ്രണ്ട്സൊക്കെ ആയി തുടങ്ങി. പക്ഷേ ഫ്രണ്ട്സ് ഒന്നും ആവുമ്പോഴേക്കും സ്കൂളിലേക്കുള്ള വഴി അങ്ങോട്ട് തിരിച്ചറിയുമ്പോഴേക്കും സാറേ എക്സാം ഡേറ്റ് വന്നില്ലേ, ഓണപരീക്ഷ, അതറിയിക്കാൻ തന്നെയാണ് ഞാനും ഓടി വന്നത്. നിങ്ങളത് അറിയിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത കിട്ടൂല. നിങ്ങളെങ്ങാനും അറിയാതെ പോയി കഴിഞ്ഞാൽ, കാരണം ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തന്നിരുന്നു, എല്ലാ വിദ്യാഭ്യാസപരമായിട്ടുള്ള എൻ്റെ മക്കളെ പഠനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ അറിയിച്ചിരുന്നു പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് ഓടി വന്നതാണ് സാറ് അറിയിച്ചു തരാൻ വേണ്ടി. മക്കളെ എക്സാം ഡേറ്റ് വന്നു. എന്ന് മുതലാണ് മക്കളെ? സെപ്റ്റംബർ 4 മുതൽ 12 തീയതി വരെ ഓണം എക്സാം തകർത്ത് തിമിർത്ത് പെയ്യുകയാണ്. അപ്പം 4 തീയതി നമുക്ക് പൊളിക്കണ്ടേ, ഉഷാറാക്കണ്ടേ? 4 തീയതി മുതൽ സാറ് ഇത്ര പെട്ടെന്ന് എന്തിനാ വന്നത്? ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ട് കൊടുക്കുന്നുള്ളൂ, ടീച്ചേഴ്സിനെ അറിയുന്നത് തുടങ്ങുന്നുള്ളൂ. ഞങ്ങൾക്ക് കയ്യിലൊക്കെ എന്താണ് നോട്ട്ബുക്കൊക്കെ വാങ്ങി ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോഴേക്കൊക്കെ പരീക്ഷയുടെ 3 മാസം ഉണ്ടാ എന്ന് വിചാരിച്ച് 3 മാസം കളിക്കാനുള്ളതാണോ? അല്ല. നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. നമ്മൾ ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. എൻ്റെ പൊന്നു മക്കൾക്ക് മാത്രം കിട്ടിയാൽ മതിയോ? നമ്മുടെ ഫ്രണ്ട്സിനും കൂടി കിട്ടണ്ടേ? നമ്മുടെ ബെഞ്ചിൽ നമുക്ക് ഗ്യാങ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഗ്യാങ് സ്മാർട്ട് ബോയ്സ് എന്നുള്ള ഗ്യാങ്ങാണ്. അപ്പോൾ സ്മാർട്ട് ബോയ്സിന് ഞങ്ങൾക്ക് ഒരാൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് സ്മാർട്ട് ബോയ്സ് മുഴുവനും കിട്ടും. ഞങ്ങൾക്കൊരു മിഠായിൻ്റെ ഗ്യാങ് സ്മാർട്ട് ബോയ്സ് മുഴുവൻ എന്തായിരിക്കും ആ മിഠായി വന്നു. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഒരു ഗ്യാങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ പുതിയ സ്കൂളുകളില്ലേ, പുതിയ സ്കൂളും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാങ്ങിൻ്റെ പേരുണ്ടെങ്കിൽ, ഇപ്പം നമ്മളെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ +2 പഠിക്കുമ്പോൾ ഡ്യൂ ഡ്രോപ്സ് എന്നുള്ള ഉണ്ടായിരുന്നു. പിന്നെന്താണ്, അത് ഗേൾസിൻ്റെ ഒരു ഇതാണായിരുന്നു. സ്മാർട്ട് ബോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കിഡിലോസ്കി ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാങ്ങിൻ്റെ പേരുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിൻ്റെ പേര് ഇടുക, നിങ്ങളുടെ ഗ്യാങ്ങിന് ഇടുക. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കമൻറ്റിന് റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ മക്കളെ നോക്കണേ, സെപ്റ്റംബർ 4 മുതൽ 12 തീയതി വരെയാണ് നമ്മുടെ എക്സാം ഡേറ്റ്. 12 തീയതി സ്കൂൾ ക്ലോസ് ചെയ്യും. എന്തിനാ ക്ലോസ് ചെയ്യുന്നത്? ഓണത്തിന് ജിഗിലാക്കണ്ടേ, ജഗ ആക്കണ്ടേ? ഫുൾ കളിക്കാനുള്ള, അല്ലെങ്കിൽ ഓണം അടിച്ചു പൊളിക്കാനുള്ള ഒരു 10 ദിവസത്തെ വെക്കേഷൻ ഉണ്ട്. 13 തീയതി മുതൽ 22 തീയതി വരെ നിങ്ങൾക്ക് ഓണം വെക്കേഷനാണ്. 22 തീയതി കഴിഞ്ഞു, പായ മടക്കി വെച്ചേക്ക് ആശാനെന്ന് പറഞ്ഞ പോലെ 22 തീയതി കഴിഞ്ഞു. വീണ്ടും നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. 23 തീയതി വീണ്ടും സ്കൂൾ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ നിങ്ങൾ അത് ആലോചിക്കേണ്ട, അത് താനെ ടീച്ചേഴ്സ് ചെയ്തോളൂ. എക്സാം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ 4 മുതൽ 12 തീയതി വരെ തകർത്ത് തിമിർത്ത് പെയ്യാൻ റെഡി ആയിക്കോളൂ. നിങ്ങൾ ഉഷാറാക്കി ഹാപ്പിയായി ഒരു ടെൻഷൻ ഇല്ലാതെ ഒരു ബേജാറില്ലാതെ അടിച്ചു പൊളിച്ച് എക്സാം എഴുതാൻ റെഡി ആയിക്കോളൂ മക്കളെ. അപ്പോൾ സെപ്റ്റംബർ 4 ഇന്ന് മുതലേ തന്നെ തുടങ്ങിക്കോളൂ. അങ്ങനെയാണെങ്കിൽ പാരൻസ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാരൻസിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ടോപ്പ് ആവാൻ പറ്റിയ ഒരു അവസരമാണ്. സാറേ ഞങ്ങൾക്ക് പഠിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ലടാ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ പറഞ്ഞു തരും, നിങ്ങളെ പഠിപ്പിച്ച് സെറ്റാക്കി തരും. ഹാപ്പി ആയിരിക്കുക. ബൈ ബൈ.